സിനിമാ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന വെള്ളായണി കിരീടം പാലത്തിലേക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡ് ആണ് എന്നാണ് ഒരു വലിയ ആക്ഷേപം. 4 വർഷമായി കിരീടം പാലത്തിലേക്ക് എത്തുന്ന പ്രധാന റോഡ് ഇപ്പോൾ തകർന്ന നിലയിലാണ്. റോഡ് പുനർനിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്മി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിനിമാ ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ഈ കിരീടം പാലത്തിലാണ് ആദ്യമായി നടപ്പിലാകുന്നത്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇവിടേക്കെത്തുന്ന ഒരു പ്രധാന റോഡിനെ കുറിച്ച് പറയാതിരിക്കാനാകില്ല. ഏതാണ് ആ റോഡെന്നല്ലേ പറയാം. ഇത് കോർപ്പറേഷൻ്റെ റോഡാണ്. നമ്മുടെ നഗരസഭയുടെ പരിധിയിൽ വരുന്ന റോഡാണിത്. MLA ഫണ്ട് ഉപയോഗിക്കാം, MP ഫണ്ട് ഉപയോഗിക്കാം, കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിക്കാം. എന്നിട്ട് പോലും 4 വർഷമായിട്ട് പുഞ്ചക്കരിയുടെ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് ഈ റോഡ്. സിനിമാ ടൂറിസം പദ്ധതി പ്രദേശത്തേക്ക് മാത്രമെത്തുന്ന റോഡല്ല. തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസം മേഖലയായ വെള്ളായണി ശുദ്ധജല തടാകത്തിലേക്കും പുഞ്ചക്കരിയിലേക്കും കൂടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നതുമായ റോഡാണിത്. പുഞ്ചഗിരിയിലെത്താൻ പറ്റിയ എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ റോഡാണ്. പക്ഷേ ഇത് ഈ അവസ്ഥയിൽ നമുക്ക് ഒട്ടും പറ്റണില്ല. നടുവേദന കൊണ്ട് കിടക്കാൻ വയ്യ. ടൈലെട്ടിട്ടാണ് രാത്രി കിടക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും നിരവധി വാഹനങ്ങൾ ദിവസവും ഇതുവഴി സഞ്ചരിക്കും. KSRTC ബസ്സുകൾ വേറെയും. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ നടുവിന് അവിടെ ചെന്ന് മരുന്ന് വാങ്ങിയിട്ട് പോകാം. അല്ലെങ്കിൽ ഒരു വൈദ്യശാലയെങ്കിലും ഒന്ന് അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് മരുന്ന് വാങ്ങിപ്പോകാം. പ്രഗ്നൻ്റ് ആണെന്ന ആൾ ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് തക്കാട് എത്തണ്ട. ഇവിടെ എന്തോ അവിടെ എത്തുമ്പോൾ തന്നെ പ്രസവം നടക്കും. ഞാൻ എല്ലാ ദിവസവും ഇതിലെ കൂടെയാണ് പോകുന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ കൂടെ പോകാൻ വേണ്ടി. ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡൊന്ന് ടാർ ചെയ്ത് കിട്ടണം. മുമ്പ് പണ്ട് സമയത്ത് ഒന്നും ഇല്ലെങ്കിലും അത് ഞാൻ കൊച്ചായിരുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ചല്ലിയെങ്കിലും അടിച്ച് ചെളിയെങ്കിലും കളിക്കെങ്കിലും ഇടുമായിരുന്നു. റോഡൊന്ന് ഉയർത്തിയതിന് ശേഷം ഒരു സൈഡെങ്കിലും ഒരു ഓട നിർമ്മിച്ചുകൊണ്ട് ഇതിനെ കനലിലോട്ട് എത്തിക്കാം. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം.